ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കറ്റാർവാഴ എന്ന ഔഷധ സസ്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. കറ്റാർവാഴ നമുക്ക് നല്ലൊരു ഔഷധ സസ്യമാണ്. നമുക്ക് വീട്ടിലൊക്കെ നന്നായി വളർത്താം. അതുപോലെ തന്നെ ഇൻഡോറായിട്ട് ഇത് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. കറ്റാർവാഴയുടെ ജെല്ലാണ് എല്ലാത്തിനും ഉപയോഗിക്കുക. അതായത് മുടി വളർച്ചയ്ക്കും അതുപോലെ ചർമ്മരോഗത്തിനും ഇമ്മ്യൂണിറ്റി പവറിനൊക്കെ ഈ കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിച്ചുകൊണ്ട് നല്ല മരുന്നുകൾ നമുക്ക് തയ്യാറാക്കാം. കറ്റാർവാഴ വെച്ചിട്ട് നമുക്ക് ഇൻഡോറായിട്ടും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇപ്പം ഞാൻ ഇൻഡോറായിട്ടാണ് വളർത്തുന്നത്. അത്ര അധികം വെള്ളമൊന്നും ആവശ്യമില്ല. നല്ല ഇൻഡോർ പ്ലാന്റ് ആയിട്ട് തന്നെ നമുക്കിത് വളർത്താൻ പറ്റും. നല്ല ചൂടുള്ള സ്ഥലത്താണ് ഇത് നല്ലോണം ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ മണ്ണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വെള്ളം വാർച്ച വേണം. വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കരുത്, അപ്പോൾ ചെടി ചീഞ്ഞു പോവും. അപ്പോൾ ഇത് കണ്ട, അപ്പോൾ ഇതുപോലെ അധികം വെള്ളം ഒഴിക്കാണ്ട് വേണം നമ്മൾ ഇതിൻ്റെ മണ്ണ് തയ്യാറാക്കാനായിട്ട്. ഇപ്പം ഇതിലൊരു ചെടിയാണുള്ളത്. അപ്പം അതിൻ്റെ അടിയിൽ തന്നെ കണ്ട ചെറിയൊരു തൈ കാണാണ്ട് കണ്ട. ഇതൊക്കെ നമുക്ക് പറിച്ച് മാറ്റി കുഴിച്ചിടാം. അപ്പം നമുക്ക് ഇഷ്ടംപോലെ കറ്റാർവാഴയുടെ തൈ ഉണ്ടാവും. ഇതുപോലെ ഇതൊരു തൈ ഉണ്ടായാൽ മതി. കണ്ട, ഇതുപോലെയാണ് അതിൻ്റെ കറ്റാർവാഴയുടെ തൈ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി കുഴിച്ചിടും ചെയ്യാം. നല്ലോണം ഉണ്ടാവും ചെയ്യും. നല്ല വെള്ളം വാർന്ന് പോകണ മണ്ണാവണം എന്ന് മാത്രം. പിന്നെ അതുപോലെ ഇൻഡോറായിട്ട് വെക്കാനും നല്ല ബെസ്റ്റ് ചെടിയാണ് ഇത്. നല്ല എയർ പ്യൂരിഫൈയിങ് ചെടിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഔഷധ സസ്യം കൂടിയാണിത്. ഇതിൻ്റെ നമ്മൾ തൈകളുണ്ട് കണ്ട. ഇത് നല്ല വേരൊക്കെയുള്ള തൈയാണ്. ഇത് നമുക്ക് വേറൊരു ചട്ടിയിൽ പറിച്ച് കുഴിച്ചിടാം. നന്നായി ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഇത്. അധികം വളമൊന്നും ആവശ്യമില്ല. എന്നിട്ട് ചട്ടിയിൽ മാറ്റി വെച്ചാൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫ് ഉണ്ടാവും. അപ്പം അതിൻ്റെ റൂട്ടൊക്കെ കണ്ടില്ലേ, നല്ല ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ വെള്ളം വലിച്ചെടുക്കുന്ന സൈസ് റൂട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളം കെട്ടി നിൽക്കരുത്, അപ്പോഴേക്കും അത് ചെടി ചീഞ്ഞു പോവും. നല്ല വെള്ളം വാർച്ചയുള്ള മണ്ണിൽ വേണം ഇത് നടാനായിട്ട്. അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടോ. ചട്ടിയിലോ അത് ഗ്രോ ബാഗിലോ ഫ്ലാറ്റിലോ ഒക്കെ വെച്ച് നടാൻ പറ്റുന്ന ചെടിയാണ് കറ്റാർവാഴ. ഇനി അതിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. മഴക്കാല സമയത്താണ് നമ്മുടെ ചെടികൾ കറ്റാർവാഴ കുഴിച്ചിടാൻ അനുയോജ്യമായിട്ടുള്ള സമയം. പിന്നെ ഇതിൻ്റെ മൂത്ത തണ്ട് മുറിച്ചിട്ടും നമുക്ക് ഇതുപോലെ കറ്റാർവാഴയുടെ പ്രൊപ്പഗേഷൻ നടത്താവുന്നതാണ്. ജെല്ലെടുത്തിട്ടാണ് ഇതിന് മെയിനായിട്ട് മെഡിസിനിൽ ഉപയോഗിക്കുന്നത്, കറ്റാർവാഴയുടെ ജെല്ല്. അപ്പോൾ അത് മുറിവുണക്കാനും ചർമ്മരോഗങ്ങൾക്കൊക്കെ ഇതിൻ്റെ ജെല്ല് നല്ലതാണ്. പൊള്ളൽ വന്നാൽ ഒക്കെ നമുക്ക് ഈ കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിക്കാം. പിന്നെ സൗന്ദര്യ സംരക്ഷണത്തിനും ഈ കറ്റാർവാഴയുടെ ജെല്ല് നല്ലതാണ്. അതുപോലെ ഈ ജെല്ല് എടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ കൂടാനും ഈ ജെല്ല് കഴിച്ചു കഴിഞ്ഞാൽ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ വളരെ നല്ലതാണ്. കറ്റാർവാഴ ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ മരുന്ന് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. കറ്റാർവാഴ ജെല്ലുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഇളം തണ്ട് ഒന്ന് കട്ട് ചെയ്യുക. അല്ലാണ്ട് മൂത്തത് കട്ട് ചെയ്യേണ്ടത്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്കിത് ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെക്കണം. ഇങ്ങനെ ഒന്ന് ചെരിച്ച് കുത്തി വെക്കണം. എന്നാലും അതിൻ്റെ മഞ്ഞ വാർന്നിട്ട് ഇങ്ങനെ പോകണം കണ്ട. ചിലർക്ക് അലർജി വരും ഈ ഒരു ലോഷൻ. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലെ ഇതിങ്ങനെ കളഞ്ഞ് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഈ അരിവശത്തെ മുള്ളൊക്കെ മാറ്റി ഇങ്ങനെ മാറ്റിയിട്ട് വേണം നമ്മൾ ജെല്ല് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ജെല്ല് നമ്മൾ കണ്ണിൻ്റെ അടിയിലൊക്കെ നമുക്ക് കുറച്ച് ഏജ് ആകുമ്പോൾ കറുപ്പ് നിറം കളർ എല്ലാവർക്കും വരണ്ട. അതൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ജെല്ല് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ തേച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുപോലെ ചർമ്മരോഗങ്ങൾക്കൊക്കെ ഈ കറ്റാർവാഴയുടെ ജെല്ല് തേക്കുന്നത് നല്ലതാണ്. ഇതെങ്ങനെ എടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പോർഷൻ കാണിക്കാം. ഇതത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരണ്ടി ഇതുപോലെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വരണ്ടി എടുക്കാം. നമുക്ക് കണ്ട ഇതാണ് ഈ ജെല്ല്. ഇതൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് ജ്യൂസായിട്ടും കഴിക്കാം. അത് നല്ല നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടാനൊക്കെ നല്ലതാണ്. ക്യാൻസറിനൊക്കെ നല്ലൊരു പ്രതിരോധ മരുന്നാണ് ഈ കറ്റാർവാഴയുടെ ജ്യൂസ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ഈ കറ്റാർവാഴയുടെ ജെല്ല് ജ്യൂസ് കുടിക്കുന്നത്. മുറിവുള്ളിടത്തും തേക്കുന്നത് നല്ലതാണ്. അതുപോലെ പൊള്ളലുള്ളിടത്തൊക്കെ ഈ ഒരു ജെല്ല് തേച്ചാൽ പെട്ടെന്ന് തന്നെ ഉണക്കം കിട്ടും. അതുപോലെ ചർമ്മത്തിന് അത് വരണ്ട ചർമ്മമൊക്കെ ഉണ്ടാവുമല്ലോ, കൈയും കാലൊക്കെ ഇങ്ങനെ ചില കുട്ടികൾക്കൊക്കെ കാണാം കൈയും കാലൊക്കെ ഇങ്ങനെ വരണ്ട് നിൽക്കുന്നത്. ആ ഒരു ചർമ്മത്തിനൊക്കെ നല്ല ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ജെല്ല് തേക്കുന്നത് നല്ലതാണ്. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള തലമുടിക്ക് അതുപോലെ നമ്മൾ ദേഹത്ത് തേക്കണ എണ്ണയിലേക്കും ഈ കറ്റാർവാഴയുടെ ജെല്ല് ചേർക്കാറുണ്ട്. നല്ല തലവേദന വരുമ്പോൾ നമ്മൾ നെറ്റിയിലും അതുപോലെ കണ്ണിൻ്റെ പുറത്തൊക്കെ തേക്കുന്നത് ഈ ജെല്ല് തേക്കുന്നത് നല്ലതാണ്. കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചർമ്മത്തിന് തിളക്കവും മുടിക്ക് സ്ട്രെങ്ത്തൊക്കെ കിട്ടുന്നതാണ്. നമ്മുടെ വരണ്ട ചർമ്മമൊക്കെ മാറി നല്ലൊരു ചർമ്മമായിട്ട് കിട്ടും.
ഈ കറ്റാർവാഴ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ബോഡിക്ക് അലർജി വരുമെന്ന് ആദ്യം നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ യെല്ലോ പോർഷൻ മാറ്റി കളഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഒന്ന് പരട്ടി നോക്കണം. അലർജി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കാനായിട്ട്. എല്ലുകളുടെ ആരോഗ്യത്തിനും ഈ കറ്റാർവാഴയുടെ ജെല്ല് വളരെ അധികം നല്ലതാണ്. അമിനോ ആസിഡ്, വിറ്റാമിൻ സി, കാൽസ്യം, മഗ്നീഷ്യം എന്നിവയൊക്കെ ഈ ജെല്ലിലുണ്ട്. അതൊക്കെ നമ്മൾ ജ്യൂസായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ എല്ലുകൾക്ക് നല്ലൊരു സ്ട്രോങ് കിട്ടും. ദഹന പ്രശ്നത്തിനും കറ്റാർവാഴയുടെ ജെല്ല് വളരെ നല്ലതാണ്. അത് ഗ്യാസ്, ദഹനക്കുറവ്, അസിഡിറ്റി ഇതിനൊക്കെ നമ്മൾ ഈ കറ്റാർവാഴയുടെ ജെല്ല് ജ്യൂസായിട്ട് കഴിക്കാം. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഈ കറ്റാർവാഴയുടെ ജെല്ല് നല്ലതാണ്. അപ്പോൾ നമ്മൾ BP കുറയാനും ഷുഗർ ഓക്കെ ആവാനും അതുപോലെ തന്നെ കൊളസ്ട്രോള്, ഹൃദയസ്പന്ദനം ഇതിനൊക്കെ നമ്മൾ ഈ കറ്റാർവാഴയുടെ ജെല്ല് കഴിക്കുന്നത് നല്ലതാണ്. മുഖക്കുരു മാറാൻ വേണ്ടിയിട്ടും മുഖക്കുരുവിൻ്റെ വളർച്ച കുറയാനും നമ്മൾ ഇതിലേക്ക് കുരുമുളകും മഞ്ഞൾ പൊടിയും ചേർത്ത് ഒരു മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മുഖത്ത് തേക്കുന്നതും നല്ലതാണ്. മുഖക്കുരുവിൻ്റെ വളർച്ച കുറഞ്ഞ് മുഖക്കുരു ക്ലീനായി മാറിക്കിട്ടും. ചർമ്മത്തിൻ്റെ അലർജിയൊക്കെ മാറാനായിട്ട് നമ്മൾ ഈ കറ്റാർവാഴയുടെ ജെല്ല് തേക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഇത് എണ്ണ കാച്ചുമ്പോൾ ഈ കറ്റാർവാഴയുടെ ജെല്ലും കൂടി ചേർത്ത് എണ്ണ കാച്ചുക. തലമുടിയിലേക്കും നല്ലതാണ്, അതുപോലെ ബോഡിയിൽ തേക്കാനും നല്ലതാണ്. കറ്റാർവാഴയുടെ തൈയിനത് നമ്മൾ കുഴിച്ചിട്ടിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ഈ ഇല കട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നാലും അതിനൊരു വലിപ്പം ഉണ്ടാവുള്ളൂ ഈ ഇലയ്ക്കൊക്കെ. പിന്നെ നമ്മൾ ഇതിലേക്ക് 2-3 മാസം കഴിയുമ്പോൾ വളം ചേർക്കണം. 2-3 മാസം ഇടവേള വെച്ചിട്ട് കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയും ചേർത്താൽ മതി. പിന്നെ നമ്മൾ സാധാരണ ചേർക്കണത് ഈ കോഴിമുട്ടയുണ്ടല്ലോ, കഴുകി ഉണക്കി വെയിലത്തിട്ട് പൊടിച്ചതിന് ശേഷം ചേർക്കുന്നതും കറ്റാർവാഴയുടെ ഇലകളൊക്കെ നല്ല തിക്കായിട്ട് വരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ മുട്ടയുടെ തോടണം ഞാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം കഴുകി ഒരു വെയിലൊന്ന് പൊള്ളിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിക്കുക. അതുപോലെ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചട്ടിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഈ കറ്റാർവാഴയുടെ തണ്ടിനൊക്കെ നല്ല തിക്നെസ് കിട്ടും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറ്റാർവാഴ ഇഷ്ടം പോലെ ഉണ്ടാവണതാണ്.